അസ്സലാമു അലൈക്കും ആൻഡ് ഹലോ ഫ്രണ്ട്സ്. എൻ്റെ പേര് ഫർഹാന റാഷിദ്. വെൽക്കം ടു അവർ ചാനൽ ക്രഷ് ജിഞ്ചർ. ബിരിയാണി പ്രിയർക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു വിഭവമാണ് അഫ്ഗാനി പുലാവ്. ബിരിയാണിയേക്കാൾ രുചി കൂടുതലാണ്. സാധാരണ ബിരിയാണി തയ്യാറാക്കുന്നത് പോലെ ഒരുപാട് ചേരുവകൾ വേണ്ട ഈ പുലാവ് തയ്യാറാക്കാൻ എന്നതും ഇതിൻ്റെ പ്രത്യേകതയാണ്. അഫ്ഗാനിലെ നാഷണൽ റെസിപ്പിയാണ് ഈ കാബൂലി പുലാവ്. അവരുണ്ടാക്കുന്നത് പോലെ തന്നെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഈ റെസിപ്പി തയ്യാറാക്കാം. ആദ്യം നമുക്ക് അരി കുതിർക്കാൻ വെക്കാം. ഞാനിവിടെ ഉപയോഗിക്കുന്നത് പുലാവ് റൈസാണ്. 1/2 കിലോ അരിയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ഇതുപോലെ നല്ല നീളമുള്ള പുലാവ് റൈസ് തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. നല്ല ബ്രാൻഡഡ് അരി തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ ജീരകം, പിന്നെ 4 ടീസ്പൂൺ കറുത്ത മുന്തിരിങ്ങ, 1 ക്യാരറ്റ് ഇതുപോലെ ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞത്, പിന്നെ 2 സവാള. അരിയെ നന്നായിട്ട് തിരുമ്മി ഇതിലുള്ള ഈ വെള്ളത്തിൻ്റെ കളർ വെള്ളയാണല്ലോ, അപ്പോൾ ഈ കളറൊക്കെ മാറി ക്രിസ്റ്റൽ ക്ലിയർ ആവുന്നത് വരെ നമുക്ക് കഴുകണം അരിയെ. ഞാൻ ഏകദേശം 6-7 പ്രാവശ്യം ഈ അരി കഴുകിയിട്ടുണ്ട്. ഇതുപോലെ ഒരുപാട് പ്രാവശ്യം കഴുകിക്കഴിഞ്ഞാൽ അരി കുതിർക്കാൻ വെച്ചാൽ നമ്മൾ ഉണ്ടാക്കുന്ന റൈസ്, നമ്മൾ ഏതൊരു വിഭവമാണോ ഉണ്ടാക്കുന്നത് റൈസ് കൊണ്ട്, അതിൽ പശ കുറവായിരിക്കും. ഞാനിവിടെ ഉപയോഗിക്കുന്നത് പുലാവ് ബാസ്മതി റൈസാണ്. ആദ്യം നമുക്ക് ബിരിയാണി ഉണ്ടാക്കുന്ന പാത്രത്തിന് ചൂടാക്കാം. ഇതിലേക്ക് 1/3 കപ്പ് കുക്കിംഗ് ഓയിലും 1/3 കപ്പ് ഗീയും, നല്ല പ്യൂർ ഗീ തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. എണ്ണ ചൂടായാലൂടെ നമ്മൾ അരിഞ്ഞു വെച്ച സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പലതരത്തിലുള്ള ബിരിയാണികളും പുലാവും ഒക്കെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാകും. പക്ഷേ ഇതുപോലെ ഒരു അഫ്ഗാനി പുലാവ്, അതും വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ടുണ്ടാക്കുന്ന ഈ ഒരു പുലാവ് എത്ര രുചികരമാണെന്ന് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയാൽ അറിയുകയുള്ളൂ. ഞാൻ ഈ പുലാവ് ഉണ്ടാക്കുന്നത് പോത്തിറച്ചി ഉപയോഗിച്ചിട്ടാണ്. നല്ല വലിപ്പമുള്ള കുറച്ച് കുറച്ച് നെയ്യുള്ള പീസസും പിന്നെ എല്ലും നല്ല ഇതുപോലുള്ള പീസസൊക്കെ ഉപയോഗിച്ചിട്ട് വേണം ഈ പുലാവ് ഉണ്ടാക്കാൻ. ഇനി ഇറച്ചിയെ ഉള്ളിയുമായി നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. ഇറച്ചിയുടെ കളറൊക്കെ മാറുന്നത് വരെ വേണം നമുക്ക് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ. അതുപോലെ നല്ല മജ്ജയുള്ള എല്ലും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതുപോലുള്ള ഇറച്ചി കഷ്ണങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഈ എല്ലും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രുചിയുള്ള സ്റ്റോക്കാണ് നമുക്ക് പ്രിപ്പയർ ആയി കിട്ടുക. ഇതുപോലെ ഇറച്ചിയുടെ കളറൊക്കെ മാറിക്കഴിഞ്ഞാൽ രുചിക്ക് ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ ജീരകവും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ ഇറച്ചി വേവാൻ ആവശ്യമുള്ളത്ര വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ 1/4 പാത്രത്തോളം ഉണ്ട് വെള്ളം ഞാൻ ഒഴിച്ചത്. ഇനി ഈ ഇറച്ചി ഈ വെള്ളത്തിൽ കിടന്ന് നന്നായിട്ടൊന്ന് വേവുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം. ഇതുപോലെ ഇറച്ചി വേവിക്കുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ചാൽ ഇതിലുള്ള ഈ എല്ലാ രുചിയും എല്ലിലുള്ള ഈ സത്തും ഇറച്ചിയിലുള്ള സത്തും ഒക്കെ വെള്ളത്തിൽ എങ്ങനെയായിട്ട് വരും. അപ്പോൾ നല്ല രുചിയാണ് ഈ വെള്ളത്തിൽ വെന്ത് കിട്ടുന്ന അരിക്ക്. ഏകദേശം 2 മണിക്കൂർ വേണം ഇറച്ചി വെന്ത് കിട്ടാൻ. നിങ്ങൾക്ക് സമയം കുറവാണെങ്കിൽ ഈ പ്രൊസീജിയർ നിങ്ങൾക്ക് കുക്കറിൽ തന്നെ ചെയ്തിട്ട് ഉണ്ടാക്കാവുന്നതാണ്. കുക്കറിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഇത്ര വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. അളന്നിട്ട് നമ്മൾ ഫസ്റ്റ് ഇറച്ചി വേവിച്ചെടുക്കുക. അതിനുശേഷം എത്രയാണ് നമ്മൾ അരി ഉപയോഗിക്കുന്നത് അതിനനുസരിച്ച് വെള്ളം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്തിട്ട് അരി അതിലേക്ക് ഇട്ട് വേവിച്ചെടുത്താൽ മതി. ഏകദേശം 2 മണിക്കൂർ ഞാൻ ഈ ഇറച്ചി വേവിച്ചു. വെള്ളത്തിൻ്റെ അളവും ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. ഇറച്ചി നന്നായി വെന്തിട്ടുണ്ട്. ഈ അഫ്ഗാനി പുലാവിൽ ഇറച്ചി നല്ല സോഫ്റ്റ് ആയിട്ടാണ് വെന്തിട്ടുണ്ടാവുക. തൊട്ടാൽ മതി ഇങ്ങനെ പൊട്ടിപ്പോകുന്നത് പോലെ വേണം വേവിച്ചെടുക്കാൻ. വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞ് 2 ഗ്ലാസ് അത്രയേ വെള്ളമുള്ളൂ. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളം എന്ന അളവിലാണ് വെള്ളം ഒഴിക്കുന്നത്. അരി നന്നായി കുതിർന്നിട്ടുണ്ട്. ഇനി വെള്ളം നന്നായി തിളച്ചതിന് ശേഷം അരി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് ഇളക്കാതെ ജസ്റ്റ് അരി ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പുലാവ് ദം ചെയ്തെടുക്കാം. തവ വെച്ചതിന് ശേഷം ഈ പുലാവിൻ്റെ മുകളിലേക്ക് നമുക്ക് ക്യാരറ്റും കറുത്ത മുന്തിരിയും ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. പലരും പലതരത്തിലാണ് ഈ കാബൂലി പുലാവ് ഉണ്ടാക്കാറ്. പക്ഷെ ഇതാണ് അത്തൻറ്റിക് കാബൂലി പുലാവ്. ഇനി നമുക്ക് അടച്ച് ലോ ഫ്ലെയിമിൽ 15 മിനിറ്റ് ദം ചെയ്തെടുത്താൽ നല്ല രുചികരമായ അഫ്ഗാനി പുലാവ്, അതായത് കാബൂലി പുലാവ് റെഡിയായി കിട്ടും.
പുലാവ് ദമ്മായി കഴിഞ്ഞാൽ 10 മിനിറ്റ് അങ്ങനെ വെച്ചതിന് ശേഷം മാത്രമേ സെർവ് ചെയ്യാൻ പാടുള്ളൂ. സൈഡ് ഡിഷ് ഒന്നും ഇല്ലാതെ തന്നെ കഴിക്കാൻ പറ്റിയ നല്ല രുചികരമായ അഫ്ഗാനി പുലാവ് ഉർഫ് കാബൂലി പുലാവ് റെഡിയായിട്ടുണ്ട്. നമുക്ക് ചൂടോടെ സെർവ് ചെയ്യാം. കാബൂലി പുലാവിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ഒരുപാട് മസാലകളില്ല, പിന്നെ ഇറച്ചി നല്ല വലിപ്പമുള്ളതായിരിക്കും, പിന്നെ ഇറച്ചി നന്നായി വെന്തിട്ടും ഉണ്ടാകും. അപ്പോൾ എല്ലാവരും ഇതുപോലെ കാബൂലി പുലാവ് സ്പെഷ്യൽ ഒക്കേഷനിൽ ഉണ്ടാക്കി കഴിക്കുക. എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടും. എങ്ങനെയുണ്ടായിരുന്നു ഈ വീഡിയോ എന്ന് ഞങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിക്കുക. ഈ വീഡിയോ ഒരുപാട് ഷെയർ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ക്രഷ് ജിഞ്ചറിനെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.